സ്നേഹമുള്ളവരെ, നമ്മുടെ സുറിയാനി ക്ലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നൗണുകൾക്ക് സഫിക്സുകൾ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നൗണിന്റെയും കൂടെ മൈ, യുവർ, ഹിസ്, ഹെയർ, അവർ, യുവർ, ദയർ അങ്ങനെ ചേർക്കുമ്പോഴാണല്ലോ അതിനെ സഫിക്സ് ചേർക്കുക എന്ന് പറയുന്നത്. അപ്രകാരം ചേർക്കുന്ന രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഞാനിപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അതാണ്. സാധാരണയായിട്ട് ഒരു നൗണ്, സിംഗുലർ നൗൺ, അത് പൊതുവെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെ ആ എന്ന് പറയുന്ന ഉച്ചാരണത്തോടു കൂടിയായിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് സഫിക്സുകൾ ചേർക്കുമ്പോൾ ഓരോ പേഴ്സണൽ പ്രൊനൗണിന്റെ അകത്തും എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ള ടേബിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ കോമൺ മൈ എന്ന് പറയുന്ന അർത്ഥം കിട്ടാനായിട്ട് വാക്കിന്റെ അറ്റത്തിൽ യോത് ചേർക്കുന്നു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ യുവർ എന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് ആഹ് എന്ന് ചേർക്കുന്നു. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ, അതും യുവർ തന്നെയാണ്, അതിന് ഏഹ് എന്ന് ചേർക്കുന്നു. തേർഡ് പേഴ്സൺ മാസ്കുലിൻ ഹിസ് എന്ന് പറയുന്ന അർത്ഥം നൗണിനോട് ചേർക്കാനായിട്ട് എന്ന് ചേർക്കുന്നു. തേർഡ് പേഴ്സൺ ഫെമിനിൻ ഹെർ എന്ന് പറയുന്ന അർത്ഥം കിട്ടാനായിട്ട് ആ എന്ന് ചേർക്കുന്നു. അവിടെ ഹേയുടെ മുകളിൽ ഒരു കുത്തുണ്ട്, അത് ഫെമിനിന്റെ അടയാളമായിട്ട് നിൽക്കുന്നു. വീണ്ടും ഫസ്റ്റ് പേഴ്സന്റെ കോമൺ പ്ലൂറലിലോട്ട് വരികയാണ്. അവർ എന്ന് പറയുന്ന അർത്ഥം കിട്ടാനായിട്ട് അന്ന് എന്ന് ചേർക്കും. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറലില് യുവർ എന്ന് ചേർക്കാനായിട്ട് കോൻ എന്ന് ചേർക്കുന്നു. സെക്കൻഡ് പേഴ്സൺ ഫെമിനിന്റെ അകത്ത് യുവർ എന്ന് പറയുന്ന അർത്ഥം കിട്ടാൻ വേണ്ടി തന്നെ കേൻ ചേർക്കുന്നു. തേർഡ് പേഴ്സൺ മാസ്കുലിന് ദയർ എന്ന് പറയുന്ന അർത്ഥം കിട്ടാനായിട്ട് ഹോൻ ചേർക്കുന്നു. തേർഡ് പേഴ്സൺ ഫെമിനിൻ ദയർ എന്ന് പറയുന്ന അർത്ഥം കിട്ടാനായിട്ട് ഹേൻ എന്ന് ചേർക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഹൈലൈറ്റിംഗ് ഭാഗങ്ങളാണ് മാസ്കുലിന്റെ അകത്തെ പ്രൊനോമിനൽ സഫിക്സിന്റെ എൻഡിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം ഒരു വാക്കിന്റെ എൻഡിങ്ങിലായിരിക്കും വരുന്നത്. പ്ലൂറലും അതുപോലെ തന്നെ വാക്കിന്റെ അവസാനമായിരിക്കും വരുന്നത്. അത് ഈ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇത് എപ്രകാരമാണ് നമ്മൾ ഒരു നൗണിനോട് ചേർക്കുന്നത് എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ഉദാഹരണത്തിനായിട്ട് നമ്മളിപ്പോൾ മൽക്ക എന്ന് പറയുന്ന വാക്കെടുക്കുകയാണ്. മൽക്കയില് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഭാഗം അതാണ്. മൽക്ക എന്ന് പറയുന്ന വാക്ക്, അതിന്റെ അവസാനത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം സഫിക്സുകൾ ചേർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന വാക്കിന്റെ മൽക്കായുടെ എൻഡിങ്ങിൽ ചെറിയൊരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് അവസാനത്തെ ആലപ്പും പോയി കാപ്പിന്റെ ആ എന്ന് പറയുന്ന ആ രൂപവും പോകുന്നുണ്ട്. അത് രണ്ടും പോയി കഴിയുമ്പോൾ മൽക്ക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മൽക്ക് എന്നാണ് കിട്ടുന്നത്. ഇതിനോടാണ് നമ്മൾ തൊട്ട് മുകളിൽ കണ്ട ടേബിളിലെ ഓരോന്നായിട്ട് നമ്മൾ ചേർക്കുന്നത്. അത് ചേർക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. അപ്പോൾ മൽക്ക് എന്നുള്ള ഭാഗത്തിനോടുകൂടി ഓരോന്നിനും ചേർക്കുകയാണ്. ഇതാണ് നമ്മൾ മുകളിൽ കാണുന്നത് മൽക്ക്. അതിനോട് യോത് ചേർക്കുന്നു. ഫസ്റ്റ് പേഴ്സന്റെ അകത്ത് നമ്മൾ യോതാണ് ചേർക്കുന്നത്. യോത് ചേർക്കുന്നു, മൽക്ക് എന്നാകുന്നു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിന്റെ അകത്ത് മൽക്ക് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. അതിനോട് ആഹ് ചേർക്കുന്നു, മൽക്കാഹ്. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ, അവിടെയും മൂലരൂപമാക്കി നമുക്ക് മൽക്ക് വരുന്നു. അവിടെ മൽക്കേഹ് എന്നാകും. ഇനി തേർഡ് പേഴ്സൺ ഫെമിനിൻ ആകുമ്പോൾ മൂലരൂപം മൽക്ക് എന്നുള്ളതിനോട് മൽക്കേ എന്ന് ചേർക്കുന്നു. തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ അത് മൽക്ക എന്നാകും. ഹേയുടെ മുകളിൽ ഒരു കുത്തുണ്ട്, അത് ഫെമിനിന്റെ കുത്തായിട്ട് നിൽക്കുന്നു.
പ്ലൂറലിലോട്ട് വരികയാണ്. പ്ലൂറലിൽ വരുമ്പോഴും അതേപോലെ തന്നെ മൂലരൂപമാക്കി എടുക്കുന്നു. എന്നിട്ട് അതിനോട് അന്നാണ് ചേർക്കുന്നത്. അപ്പോൾ മൽക്കൻ എന്നാകുന്നു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ ഇതാണ് മൂലരൂപം. അതിനോട് കോൻ ചേർക്കുന്നു. മൽക്കു കോൻ. അതിന്റെ ഫെമിനിൻ വരുമ്പോൾ, സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ മൽക്ക് മൽക്ക് കേൻ. മൽക്ക് കേൻ. തേർഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ മൽക്കുഹോൻ എന്നാകും. മൽക്കുഹോൻ. തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ മൽക്ക് ഹേൻ. ഇതാണ് മൽക്ക്. മൽക്കിനോട് മൽക്ക് ഹേൻ എന്ന് ചേർക്കും. അപ്പോൾ ഇപ്രകാരം ചേർത്ത് കഴിയുമ്പോൾ ഓരോന്നിനും ഞാനത് വായിച്ചു കേൾപ്പിക്കാം. മൽക്ക് മൈ കിങ്, മൽക്കാഹ് യുവർ കിങ്, മൽക്കേഹ് യുവർ കിങ് ഫെമിനിൻ, മൽക്കേ ഹിസ് കിങ്, മൽക്ക ഹർ കിങ്. പ്ലൂറൽ വരുമ്പോൾ മൽക്കൻ അവർ കിങ്, മൽക്കുകോൻ യുവർ കിങ്, മൽക്കുകേൻ യുവർ കിങ്, മൽക്കുഹോൻ their king, മൽക്കുഹേൻ their king. ഇങ്ങനെയാകും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മൂലരൂപത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗമാണ് കാണിക്കുന്ന ഭാഗം. ഇതാണ് മൂലരൂപത്തിൽ മാറ്റം വന്നിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മൽക്കാഹ് എന്നുള്ള രൂപത്തിലാണ് നിൽക്കേണ്ടത്. മൽക്ക എന്ന് പറയുന്ന രൂപത്തിൽ നിൽക്കുന്നു. അതിനാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ മാറ്റങ്ങൾ വരുന്നത് ഓരോന്നും ഈ എൻഡിങ്ങില് ഇപ്രകാരമുള്ള രൂപമാറ്റങ്ങൾ സംഭവിച്ചാണ് നമ്മളിപ്പോൾ താഴെ കണ്ടത്. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ കണ്ടതുപോലെ സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗണിന്റെ അകത്ത് വരുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. എന്നാൽ ഇതിന്റെ പ്ലൂറൽ രൂപത്തിന് വീണ്ടും പ്രത്യേകതകളുണ്ട്. അടുത്തതായി നമ്മൾ പ്ലൂറൽ രൂപമാണ് കാണുന്നത്. അത് ഓരോ വാക്കും ഏയിലാണ് അവസാനിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഓരോ പ്ലൂറൽ വാക്കും മൽക്ക എന്നുള്ള വാക്കാണെങ്കിൽ അത് മൽക്കേ എന്ന് പറഞ്ഞായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ പ്ലൂറൽ രൂപത്തിൽ വരുമ്പോൾ വീണ്ടും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും മൂലരൂപത്തോട് ഐ എന്ന് ചേർക്കുന്നു. ഐ ഫസ്റ്റ് പേഴ്സൺ കോമൺ ആകുമ്പോൾ ഐ എന്നാകുന്നു. മൈ തന്നെയാണ് അർത്ഥം വരുന്നത്, പക്ഷെ പ്ലൂറൽ നൗൺ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ രണ്ടാമത് വരുമ്പോൾ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ആണെങ്കിൽ ഐക്ക് എന്നാകും. ഐക്ക്. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ ആകുമ്പോൾ അത് ഐക്ക് വിത്ത് യോത് എന്നാകും. ഐക്ക് വിത്ത് യോത്. തേർഡ് പേഴ്സൺ മാസ്കുലിൻ ആകുമ്പോൾ ആവെന്നാകും. ആവം. അതായത് എൻഡിങ്ങില് വാവ് ഹേ യോത് അത് മാത്രമായിട്ട് വരും. തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ ഏയ് എന്നാകും. അവസാനം യോതും ഹേയും വവലില്ലാതെ വരും. പ്ലൂറലിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് പേഴ്സന്റെ അകത്ത് ഐൻ എന്നാകുന്നു. ഐൻ. ഐൻ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ ഐക്കോൻ ആകും. ഐക്കോൻ. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ ഐക്കേൻ. തേർഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ ഐഹോൻ ആകും. ഐഹോൻ. തേർഡ് പേഴ്സൺ ഫെമിനിൻ ഐഹേൻ. ഇനി നമ്മൾ മുകളിൽ കണ്ട മൽക്ക എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്ലൂറൽ ആക്കിയതിനു ശേഷം ഇതെല്ലാം അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മൽക്ക എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം. മൽക്ക എന്ന് പറയുന്നതിനെ പ്ലൂറൽ ആക്കുമ്പോൾ മൽക്കേ എന്നാകുന്നു. ഇവിടെയും നമ്മൾ മുകളിൽ കണ്ടതുപോലെ തന്നെ ഒരു മാറ്റം മൽക്കേ എന്ന് പറയുന്ന വാക്കിന് സംഭവിക്കുന്നുണ്ട്. അതിന്റെ ആലപ്പ് പോകുന്നു, പ്ലൂറൽ കുത്ത് പോകുന്നു എന്ന് പറയുന്ന പോലെ മൂലരൂപം എത്തുന്നു. മൽക്കെന്ന് തന്നെ എത്തുന്നു. മൽക്ക്. അതിനോടാണ് നമ്മൾ ഓരോന്നും മുകളിൽ കണ്ട തൊട്ട് മുകളിൽ കണ്ട കോളത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്നാണ് ആക്കേണ്ടത്. അപ്പോൾ ഇതാണ് മൽക്ക്. മൽക്കിനോട് നമ്മൾ ഐ ചേർക്കുകയാണ്. അപ്പോൾ മൽക്ക് ഐ ചേർത്തു, യോത് കൊടുത്തു. പ്ലൂറൽ കുത്താണ്, രണ്ട് കുത്തായിട്ട് മുകളിൽ കിടക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ വരുമ്പോൾ മൈ കിങ്സ് എന്നാകുന്നു. കിങ്സ് എന്നാകുന്നു. അത് മൽക്കൈ. രണ്ടാമത്തേത് വരുമ്പോൾ മൽക്കൈക്ക് എന്നാകുന്നു. അപ്പോൾ വീണ്ടും മൂലരൂപത്തിലാക്കിയതിനു ശേഷം മൽക്കൈക്ക്. മൽക്കൈക്ക്. മൽക്കൈക്ക് എന്നാകുന്നു. അതിനർത്ഥം യുവർ കിങ്സ് എന്നാകും. ഇനി സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ വരികയാണ്. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ മൽക്കൈക്ക് വിത്ത് യോത്. മൽക്കൈക്ക് വിത്ത് യോത്. മൽക്കൈക്ക് വിത്ത് യോത്. അടുത്തത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ വരികയാണെങ്കിൽ മൽക്കാവ് എന്നാകും. അപ്പോൾ മൂലരൂപത്തിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ഇടുന്നു.
പിന്നെ വാവ്, വാവിന്റെ മുകളിൽ പ്ലൂറൽ കുത്ത് കൊടുക്കുന്നു. വാവ് ഹേ യോദ്, മൽക്കാവ് ഹിസ് കിങ്സ്. അടുത്ത തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുന്നു. അവിടെ ഹെർ കിങ്സ് എന്ന് പറയുന്ന അർത്ഥം വരാനായിട്ട് മൽക്കേയ, നമ്മൾ മുകളിൽ കണ്ടത് അങ്ങനെയാണ്. മൽക്കേയ, മൽക്കുന്നാകുന്നു, മൽക്കിനോട് ചേർത്ത് മൽക്കേ, മൽക്കേയ, യോദിന്റെ മുകളിൽ പ്ലൂറൽ കുത്തിടുന്നു, മൽക്കേയ. ഈ പ്ലൂറലിലോട്ട് വരികയാണ്. ഇതിനും പ്ലൂറൽ ഫോമിന്റെ പ്ലൂറൽ സഫിക്സ് ആണ്. പ്ലൂറൽ നൗണിന്റെ പ്ലൂറൽ സഫിക്സ് ഐൻ എന്നുള്ള രൂപമാണ് വരേണ്ടത്. അപ്പോൾ മൽക്ക് എന്നുള്ള ഭാഗം കടന്നിട്ട് മൽക്കൈന്, മൽക്കൈന്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ വരുന്നു. മൽക്കൈ, മൽക്കൈക്കോൻ, മൽക്കൈക്കോൻ. അടുത്തത് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ വരുന്നു. മൽക്കൈ, മൽക്കൈക്കേന്. വീണ്ടും തേർഡ് പേഴ്സൺ മാസ്കുലിൻ വരുന്നു. മൽക്കൈഹോൻ, മൽക്കൈ, മൽക്കൈഹോൻ. പിന്നെ തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുന്നു. മൽക്കൈ ഹേൻ, മൽക്കൈ ഹേൻ. യോദിന് പ്ലൂറൽ കൊടുത്തിട്ടില്ല. മൽക്കൈ, മൽക്കൈ ഹേൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളായി. സിംഗുലർ നൗണിനോട് കൂടി സഫിക്സ് ചേർക്കുന്നു, പ്ലൂറൽ നൗണിനോട് കൂടി സഫിക്സ് ചേർക്കുന്നു. ഇനി പ്രധാനമായിട്ടും നൗണിന്റെ തലത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ചില എക്സെപ്ഷണൽ വാക്കുകളുണ്ട്. എക്സെപ്ഷണൽ വാക്കുകൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എന്നിട്ട് വെറുതെ ടൈപ്പ് ചെയ്തിടുകയാണ്. ആവ, ആവ, ആഹ, ആഹ, ഹുമ, ഹുമ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ്. ആവയുടെ അർത്ഥം നമുക്കറിയാം, ഫാദർ എന്നാണ്. ആഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദർ എന്നാണ്. ഹുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഇൻ ലോ എന്നുമാണ്. ഈ മൂന്ന് വാക്കുകൾക്ക് മാത്രം ഒരല്പം പ്രത്യേകതയുണ്ട്. അവയാണ് ഇനി കാണാൻ പോകുന്നത്. അതിൽ ഒരു മോഡൽ മാത്രം കാണിക്കുകയാണ്, ബാക്കിയുള്ളത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആവ എന്ന് പറയുന്ന വാക്കിനെ ചെറിയൊരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ആവ, ആഹ, ഹുമ, ഈ മൂന്ന് വാക്കുകൾ. നമ്മളിപ്പോൾ ആവ മാത്രം കാണുകയാണ്. അതായത് മൈ ഫാദർ, ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ വരാനായിട്ട് മൈ ഫാദർ എന്നാണ് ആക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു രൂപമാറ്റം സംഭവിക്കുന്നത് ആവ എന്നുള്ളതിന്റെ രൂപമാറ്റം ഞാൻ പറയാം. നമ്മൾ തൊട്ട് മുകളില് അതിന്റെ നോർമൽ ഫോം കിടപ്പുണ്ട്. ഇതാണ് നോർമൽ ഫോം. അവിടെ ആലപ്പിന് ആ വവലാണ്. ഇവിടെ വരുമ്പോൾ ആലപ്പിന്റെ ആ വവൽ എടുത്ത് കളഞ്ഞിട്ട് അതിന് ആ എന്നാവും. എന്നിട്ട് ബേസ് ഇട്ടിട്ട് ബേസിന്റെ വവലുകൾ എടുത്തു കളയും. നമ്മൾ മുകളിൽ കണ്ട വാക്കുകൾ പോലെ തന്നെ ബേസിന്റെ വവലും അവസാനത്തെ ആലപ്പും എടുത്തു കളയും. എന്നിട്ട് ആവ് എന്നാക്കിയിട്ട് യോതെന്നാക്കും. ആവ്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലറിലോട്ട് വരുമ്പോൾ യുവർ ഫാദർ എന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് അവിടെ ആലപ്പിന്റെ ആ വവ്വല് നോർമൽ പോലെ തന്നെ വരുന്നു. ആവ എഴുതുന്നത് പോലെ തന്നെ ആകുന്നു. അപ്പോൾ അത് ആ എന്നത് വരുന്നു. ബാക്കിയുള്ളതിനെല്ലാം നോർമൽ രീതിയിലായിരിക്കും അതിന്റെ വവ്വല് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഊഹ് എന്നാകും. ഊഹ് എന്നുള്ള ഒരു ഉച്ചാരണമാണ് എൻഡിങ്ങിൽ വരുന്നത്. ഊഹ്. അപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ആ ഊഹ്, ആ ഊഹ്, ആ ഊഹ്, ആ ഊഹ്. അടുത്തത് സെക്കൻഡ് പേഴ്സൺ ഫെമിനിനാണ്. അവിടെയും ആ ഊഹ് തന്നെ ആവായുടെ ആ മൂലരൂപത്തോട് ഊഹ് ചേർക്കുകയാണ്. അപ്പോൾ ആ ഊഹ് വിത്ത് യോദ് എന്നുള്ളത്. ആ ഊഹ് വിത്ത് യോദ്. അടുത്തത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആണ്. തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ വരുമ്പോഴും ആവായോട് കൂടി ആ ഊയി എന്നാകുന്നു. ആവ് പിന്നെ വാവിടുന്നു. വാവിന്റെ അടിയില് ഒരു കുത്തിട്ടിട്ട് നമ്മൾ ഊ എന്നുള്ള ഉച്ചാരണം വരുന്നു. ആ ഊ പിന്നെ ഹേയും യോതും കൂടിയിട്ട് ആ ഊയി. അതിന്റെ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ വരുമ്പോൾ ആ ഊ എന്നാകുന്നു. ആ ഊ, ആ ഊ. ഹേയുടെ മുകളിൽ. ഇനി അതിന്റെ പ്ലൂറലിലോട്ട് നമ്മൾ കയറുകയാണ്. പ്ലൂറൽ എത്തി കഴിയുമ്പോഴത്തേക്കും
ആവൂൻ. ഇതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ആവൂൻ. ആവൂന്റെ വിസ്മയ ആവൂൻ എന്ന് പറയുന്നത് അവർ ഫാദർ, ഞങ്ങളുടെ പിതാവ്. അവിടെ ഊനാണ് വരേണ്ടത്. അപ്പോൾ മൂലരൂപം ആവ് തന്നെ, അതിനോട് ആവൂൻ എന്നാകുന്നു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ, അത് വരുമ്പോൾ ആവൂഖോൻ. അപ്പോൾ ആവൂഖോൻ. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ വരുമ്പോൾ ആവൂഖേൻ. 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 ഇനി തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ വരികയാണ്. അത് ആവൂഹോൻ ആണ് വരുന്നത്. മൂലരൂപം ഇത്, അതിനോട് ആവൂഹോൻ. ഇനി തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആവൂഹേൻ. ഇതാണ് അതിനുള്ളിൽ വരുന്നത്. അപ്പോൾ ഓരോന്നിന്റെ അർത്ഥങ്ങൾ മാറുന്നു. ആവ് എന്നുള്ളത് മൈ ഫാദർ ആകുന്നു. ആവൂഹ് യുവർ ഫാദർ. ആവൂഹ് വിത്ത് യോദ് യുവർ ഫാദർ ഫെമിനിൻ. ആവൂയി ഹിസ് ഫാദർ. ആവൂ ഹെർ ഫാദർ. പ്ലൂറലിലോട്ട് വരുമ്പോൾ ആവൂൻ അവർ ഫാദർ. ആവൂക്കോൻ യുവർ ഫാദർ മാസ്കുലിൻ. ആവൂക്കേൻ യുവർ ഫാദർ ഫെമിനിൻ. ആവൂഹോൻ their ഫാദർ മാസ്കുലിൻ. ആവൂഹേൻ their ഫാദർ ഫെമിനിൻ. അപ്രകാരമാണ്. അപ്പോൾ അങ്ങനെ 3 രൂപങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒന്ന് മൽക്ക എന്ന് പറയുന്ന സിംഗുലർ നൗണിന് ചേർക്കുന്നത്, മൽക്കേ എന്നുള്ള പ്ലൂറൽ നൗണിനോട് ചേർക്കുന്നത്, ആവ എന്നുള്ള എക്സെപ്ഷണൽ വാക്കിനോട് ചേർക്കുന്നത്. ആവയുടെ കൂട്ടത്തിൽ ആഹായുണ്ട്, ഹുമായുണ്ട്. അങ്ങനെ ചുരുക്കം ചില വാക്കുകൾ മാത്രമേ ഈ കൂട്ടത്തിൽ പെടുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളും കൂടെ കാണാനുള്ളൂ. നമ്മൾ കേസ് ലെറ്ററുകൾ കണ്ടിരുന്നല്ലോ. കേസ് ലെറ്ററുകളോട് കൂടിയും ഇപ്രകാരം നമ്മൾ സഫിക്സുകൾ ചേർക്കുകയാണ്. സഫിക്സുകൾ ചേർക്കുമ്പോൾ ഓരോന്നിന്റെയും അർത്ഥത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് നമ്മൾ ബേസിന്റെ അർത്ഥം നമുക്കറിയാം. ഇൻ, വിത്ത്, ബൈ, ഇതെല്ലാം ബേസിന്റെ അർത്ഥങ്ങളാണ് കേസ് ലെറ്റർ ആയിട്ട് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പേഴ്സൺ കോമൺ വരുമ്പോൾ നമ്മൾ മുകളിൽ ഏറ്റവും ആദ്യം കണ്ടതുപോലെ, ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും തുടക്കത്തിൽ കണ്ടതുപോലെ എൻഡിങ്ങില് യോദ്, ആഹ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ കോമന്റെ അകത്ത് മാത്രം ചെറിയൊരു പ്രത്യേകതയുണ്ട്. അവിടെ നമ്മൾ വെറുതെ യോദ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഉച്ചാരണം ഇല്ലാതെ വരും. അതുകൊണ്ട് യോദിന്റെ കൂട്ടത്തില് അതിന് ഈ ഉച്ചാരണം വരുന്ന രീതിയിൽ ബി എന്നാക്കുന്നു. അപ്പോൾ മൈ എന്നുള്ള ആ രൂപത്തിന് മാറ്റം സംഭവിച്ചാൽ അത് മീ എന്നാകും. അപ്പോൾ ഇൻ മീ, ബൈ മീ, വിത്ത് മീ എന്നൊക്കെയാണ്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ എത്തുമ്പോൾ അത് ബാഹ് എന്നുള്ള ഉച്ചാരണത്തിലേക്ക് എത്തുന്നു. ബാഹ്. അപ്പൊ ബേസാണ് മൂലരൂപം, അതിനോട് ആഹ് ചേർത്ത് ബാഹ്. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ എത്തിക്കഴിയുമ്പോൾ അത് ബേഹാകും. നമ്മൾ മുകളിൽ അങ്ങനെയാണ് കണ്ടത്, ഏറ്റവും ആദ്യം കണ്ടത് അങ്ങനെയായിരുന്നു. ഉള്ളത് ബേഹ്. അപ്പൊ ബേഹിന് വിത്ത് യോതും കൂടെ വരും. ബേഹ്. പിന്നെ തേർഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ ബേ എന്നാവും. ബേ. തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ ബ എന്നും ആവും. ബ. പ്ലൂറലിലോട്ട് വരികയാണ്. പ്ലൂറലിൽ വരുമ്പോൾ ബേസിനോട് അന്നാണ് ചേർക്കുന്നത്. അപ്പോൾ ബൻ എന്നാകുന്നു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ വരുമ്പോൾ ബേസിനോട് കോൺ ചേർക്കുന്നു. അപ്പോൾ ബുഖോൻ. ബുഖോൻ. വീണ്ടും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറലില് ബേസിനോട് ബുഖേൻ. ബുഖേൻ. അടുത്തത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറലിനോട് ഹോൻ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ബുഹോൻ. ബുഹോൻ. അവസാനമായിട്ട് തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറലിനോട് ഹേൻ ചേർക്കണം. അപ്പോൾ ബുഹേൻ. ബുഹേൻ. ഇതേപോലെ തന്നെ 2 കാര്യങ്ങളുണ്ട്. നമുക്ക് വാവിനെ പൊതുവെ കാണാറില്ല. ബേസും ലാമതും ദാലസുമാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അടുത്ത ടേബിള് ലാമതാണ്. ലാമതിനും ഇതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ, അതിനർത്ഥം ലാമതിന്റെ 2 ആണെന്ന് നമുക്കറിയാമല്ലോ. 2 അല്ലെങ്കിൽ 4 ഇതൊക്കെയാണ്. അതിനോടും മീ എന്നുള്ള രൂപത്തില് നമ്മൾ ബാക്കി നിർമ്മിക്കുകയാണ്. ഫസ്റ്റ് പേഴ്സൺ കോമൺ.
അവിടെയും 2 അക്ഷരങ്ങൾക്ക് വവലില്ലാതെ വരുന്നതുകൊണ്ട് യോദിന് അടിയിൽ കുത്തിട്ട് ലി എന്നാക്കുന്നു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ ലാഹ് എന്നാക്കുന്നു. ലാഹ്. അടുത്തത് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ ലേഹ് എന്നാകുന്നു. ലേഹ് വിത്ത് യോദ്. അടുത്തത് വരുന്നത് ലേ എന്നാകുന്നു. അടുത്ത് വരുമ്പോൾ ലാ എന്നാകുന്നു. ലാ. പ്ലൂറലിലോട്ട് വരികയാണ്. ഫസ്റ്റ് പേഴ്സൺ കോമൺ തൊട്ട് തുടങ്ങുകയാണ്. ലാമതിനോട് അന്ന് ചേർക്കുന്നു, ലന്നാകുന്നു. അടുത്തത് കോനാണ് ലാമതിനോട് ചേർക്കുന്നപ്പോൾ ലുഖോൻ. അടുത്തത് ഖേനാണ് ലാമതിനോട് ചേർക്കുന്നത്, അപ്പോൾ ലിഖേൻ. അടുത്തത് തേർഡ് പേഴ്സൺ എത്തുന്നു, ഹോനാണ് ചേർക്കേണ്ടത്, ലുഹോൻ. അടുത്തത് തേർഡ് പേഴ്സൺ ഫെമിനിൻ ആണ്, ഹേനാണ് ചേർക്കേണ്ടത്, അപ്പോൾ ലിഹേൻ. ഇതാണ് ലാമതിന്റെ രൂപങ്ങൾ. ലാമതിനോട് സഫിക്സുകൾ ചേർക്കുമ്പോൾ ഓരോന്നിന്റെ അർത്ഥങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇവയാണ് ഓരോന്നിന്റെ അർത്ഥങ്ങൾ. ടു മീ, ടു യു, ടു യു, ടു ഹിം, ടു ഹർ, ടു അസ്, ടു യു, ടു യു, ടു ദം, ടു ദം. ഇനി ഒരെണ്ണം കൂടെ ഇതിന്റെ അകത്ത് കാണാനുള്ളൂ, ദാലസ് ആണ്. പക്ഷെ ദാലസിന് മാത്രം ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ദാലസിന് അതിന്റെ രൂപമാറ്റം സംഭവിച്ച് ദീല് എന്നാകുന്നുണ്ട്. ദീല് ഒന്നാമത്തെ അകത്ത് ഞാൻ കാണിക്കാം. ഈ രീതിയിൽ അതിനൊരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അതിന്റെ എൻഡിങ്ങില് നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ആഹ്, ഏഹ് തുടങ്ങിയ എൻഡിങ്ങിന്റെ ഉച്ചാരണങ്ങൾ ആഡ് ചെയ്തത്. അപ്പോൾ ദീല് എന്നാക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ കോമൺ വരുമ്പോൾ ഇതിന്റെ അർത്ഥവും മൈ എന്ന് തന്നെയായിരിക്കും. മൈ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഈ പ്രോപ്പർ അർത്ഥങ്ങൾ കൃത്യം കോളത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ദീലിന്റെ അറ്റത്ത് യോത് ചേർക്കണം, അതാണ് നിയമം. അപ്പോൾ ദീല് എന്നാകുന്നു. മൈ എന്നുള്ള അർത്ഥം വരും. അടുത്തത് ദീലാഹ് ആണ്. ദീലാഹ്. അപ്പോൾ ദീലിനോട് കൂടി ആഹ് ചേർക്കുന്നു, ദീലാഹ്. സെക്കൻഡ് പേഴ്സണിൽ. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ ദീലേഹ്. ഇതാണ് മൂലരൂപം. അതിനോട് ദീലേഹ്, ദീലേഹ് വിത്ത് യോദ്, ദീലേഹ്. തേർഡ് പേഴ്സൺ മാസ്കുലിൻ വരുമ്പോൾ ദീലേ എന്നാവും, ദീലേ. തേർഡ് പേഴ്സൺ ഫെമിനിൻ വരുമ്പോൾ ദീല എന്നാവും, ദീല. പ്ലൂറലിലോട്ട് വരികയാണ്. അവർ എന്നുള്ള അർത്ഥം വരുന്നു. അപ്പോൾ മൂലരൂപം ദീലായിട്ട് നിൽക്കുന്നു, അതിനോട് അന്ന് ചേർക്കുന്നു, അപ്പൊ ദീലൻ. അടുത്തത് വരുമ്പോൾ ദീലിനോട് കൂടി കോനാണ് ചേർക്കേണ്ടത്, അപ്പോൾ ദീലുഖോൻ, ദീലുഖോൻ. അടുത്തത് ദീലിനോട് കൂടി ഖേനാണ് ചേർക്കേണ്ടത്. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ എത്തുമ്പോൾ ദീലുഖേൻ, ദീലുഖേൻ. അടുത്ത തേർഡ് പേഴ്സൺ മാസ്കുലിൻ ആണ്. തേർഡ് പേഴ്സൺ മാസ്കുലിൻ ദീലിനോട് കൂടി ഹോൻ ചേർക്കണം, ദീലുഹോൻ. പിന്നെ തേർഡ് പേഴ്സൺ ഫെമിനിൻ ആണ്. തേർഡ് പേഴ്സൺ ഫെമിനിൻ ദീലിനോട് കൂടി ഹേൻ ചേർക്കുന്നു, ദീൽഹേൻ. അതിന്റെ ഓരോന്നിന്റെ അർത്ഥം മൈ, യുവർ, യുവർ, ഹിസ്, ഹെർ, ആ അർത്ഥം തന്നെ കിട്ടുന്നു. പ്ലൂറൽ വരുമ്പോൾ ഓരോന്നിന്റെയും കൂടെ യുവർ, അവർ, യുവർ, യുവർ, ദയർ, ദയർ ക്രമത്തിന് ആ രീതിയിൽ അർത്ഥം വരും. ഇത്ര മാത്രമാണ് നമുക്ക് ആദ്യ ഭാഗത്ത് കാണാനുള്ളത്. നൗണുകളോട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളൊന്നുകൂടെ റിവൈസ് ചെയ്യുക. ഏറ്റവും ആദ്യം സിംഗുലർ നൗണിനോട് കൂടി സഫിക്സുകൾ ചേർക്കുന്നു. അതിനുശേഷം പ്ലൂറൽ നൗണിനോട് കൂടി സഫിക്സ് ചേർക്കുന്നു. അതിനുശേഷം എക്സെപ്ഷണൽ വാക്കുകളായ ആവ, ആഹ, കൃമ അതിനോട് ചേർക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. ഇനി കേസ് ലെറ്ററിനോട് കൂടി നമ്മൾ സഫിക്സുകൾ ചേർക്കുമ്പോൾ ബേസ്, ലാമത്, ആ രണ്ട് കേസ് ലെറ്ററുകൾക്കും നോർമൽ രീതിയിൽ വരുന്നു. എന്നാൽ ദാലസിന് ചെറിയൊരു രൂപമാറ്റം വന്ന് ദീല് എന്നാകുന്നു. ദീലായതിനു ശേഷം ബാക്കി സഫിക്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നൗണിന്റെ സഫിക്സുകൾ ചേർക്കുന്ന ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിനോട് ഏത് വാക്കുകൾ വേണേലും, നമ്മൾ പഠിച്ചിട്ടുള്ള പല വാക്കുകളുണ്ട്. ഇതിനോടകം തന്നെ നമ്മൾ കണ്ടുപോയ ആദ്യ ഭാഗത്തുള്ള ഒരുപാട് വാക്കുകൾ, പൂമ, ശംശാന,
പകറ, ദുമ, ഇങ്ങനെയുള്ള വാക്കുകൾ പലതുമുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഈ കേസ് ലെറ്ററുകൾ ഈ സഫിക്സുകൾ ചേർത്തെഴുതാം. അപ്പോൾ അതിന്റെ അവയുടെ അർത്ഥം സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും വരുമ്പോഴുണ്ടാകുന്ന അർത്ഥമാറ്റം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.